നമ്മുടെ നാട്ടിൽ മുട്ടുവേദന എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ്. ഈ മുട്ടുവേദനയ്ക്ക് പലപ്പോഴും നമ്മുടെ വീട്ടിൽ തന്നെ കുറച്ച് എണ്ണകളുണ്ടാവും. മുറിവെണ്ണയാണ് കോമൺ ആയിട്ട് എല്ലാവരും വെക്കുന്ന ഒരു എണ്ണ. മുട്ടുവേദന വരുന്നു, പരട്ടുന്നു, ചെറിയൊരു ആശ്വാസം ഉണ്ടെന്ന് ഫീൽ ചെയ്യും അവർക്ക്. അത് ആ ഹീറ്റ് കാരണം തോന്നുന്നതാണ്. പക്ഷേ മുട്ടുവേദന പോകെ പോകെ അത് വല്ലാണ്ട് വഷളായി കഴിയുമ്പോഴായിരിക്കും ഡോക്ടറിൻ്റെ അടുത്ത് പോവുക. എല്ലാ മുട്ടുവേദനയ്ക്കും നമുക്ക് എണ്ണ യൂസ് ചെയ്യാൻ പാടില്ല. റുമറ്റോയിഡ് ആർത്രൈറ്റിസ് പോലത്തെ കണ്ടീഷൻസ്, ഇതിൽ നമ്മൾ എണ്ണ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഈ വേദന കൂടുകയേ ഉള്ളൂ. സ്റ്റിഫ്നെസ് കൂടുതലുള്ള മുട്ടുവേദനയ്ക്ക് ഒരിക്കലും എണ്ണ അപ്ലൈ ചെയ്യാൻ പാടില്ല. ഇനിയിപ്പോൾ ഓവർ യൂസ് കാരണം വരുന്ന മുട്ടുവേദന, നമ്മൾ കുറേ നേരം നടന്നു അല്ലെങ്കിൽ കുറേ നേരം എന്തെങ്കിലും ജോലി ചെയ്ത് കഴിയുമ്പോൾ വരുന്ന മുട്ടുവേദന, കാലുവേദന, ഇതിനാണെങ്കിൽ നമ്മൾക്ക് എണ്ണ യൂസ് ചെയ്യാം. പക്ഷെ രാവിലെ എണീക്കുമ്പോൾ തന്നെ വല്ലാണ്ട് സ്റ്റിഫായിട്ടിരിക്കുന്നു, അനക്കുമ്പോൾ ഒരു കുറച്ച് നേരം നടന്നു കഴിയുമ്പോഴാണ് ജോയിൻ്റ് ഒന്ന് ലൂസാവുന്നത്. ഇങ്ങനത്തെ കണ്ടീഷൻസ് വരുമ്പോൾ യൂഷ്വലി എണ്ണ അപ്ലൈ ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ ഇപ്പോൾ പലപ്പോഴും ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ പല പൊടിക്കൈകൾ കാണാറുണ്ട്. എണ്ണ അപ്ലൈ ചെയ്തിട്ട് ആവണക്കിൻ്റെ ഇല വെച്ച് പൊതിയുന്നത്, എരിക്കിൻ്റെ ഇല വെച്ച് പൊതിയുന്നതൊക്കെ. ഇതൊക്കെ എല്ലാ കണ്ടീഷനും സ്യൂട്ടബിൾ ആവണം എന്നില്ല. അത് ഓരോ കണ്ടീഷൻ സ്പെസിഫിക് ആണ്. ഒരാൾക്ക് വർക്കായത് മറ്റേ ആൾക്ക് വർക്കാവില്ലാത്തതിൻ്റെ ഒരു കാരണവും ഇത് തന്നെയാണ്. അപ്പോൾ അത് മുട്ടുവേദന ഉണ്ടെങ്കിൽ ഡോക്ടറിനെ കാണുക. ഓയിൽ അപ്ലൈ ചെയ്യേണ്ടത് ഏത് ഓയിലാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് അവർ തന്നെ പറഞ്ഞു തരും.